യേശുവിൽ സ്നേഹമുള്ളവരെ, നമ്മളിന്ന് തിരുഹൃദയത്തെക്കുറിച്ചാണ് ധ്യാനിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ജൂൺ മാസത്തിൽ നമ്മൾ ഈശോ തിരുഹൃദയത്തിൻ്റെ വേണ്ടി പ്രതിഷ്ഠിക്കപ്പെട്ട ആ മാസത്തിൽ ഈശോയുടെ ഹൃദയത്തിന് അനുരൂപരായിട്ട് നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തെയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്, ശാന്തശീലനും വിനയഹൃദയനുമായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കി തീർക്കണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനഭാഗത്തേക്ക് എടുക്കാം. ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും എല്ലാം ആകുലതയും നിരാശയുമെല്ലാം ഈശോയെ അങ്ങ് മുന്നിലേക്ക് തിരുഹൃദയത്തിനുള്ളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും, കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും, ഓരോ കുഞ്ഞുമക്കളെയും ഈശോയെ അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അവരെല്ലാം അങ്ങേ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവരെ അങ്ങ് കാത്തു പരിപാലിച്ച് നല്ല സ്നേഹവും കരുണയുമുള്ള വ്യക്തികളായിട്ട് ഈശോയുടെ വ്യക്തിത്വത്തിന് അനുരൂപരായി തീരാനായിട്ടാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ആ ഈശോയുടെ കരുണയും സ്നേഹവുമുള്ള വ്യക്തികളായിട്ട് ഹൃദയം കൊണ്ട് സ്നേഹിക്കാനും മറ്റുള്ളവർക്ക്, സമൂഹത്തിനും വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അങ്ങനെ ത്യാഗങ്ങൾ, സഹനങ്ങൾ ഏറ്റെടുക്കുവാനും അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയും ത്യാഗങ്ങൾ, സഹനങ്ങൾ ഏറ്റെടുക്കുന്ന വ്യക്തികളായിട്ട് ഈശോയുടെ ഹൃദയത്തിന് അനുരൂപരായി തീരുവാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും ഈശോയെ അങ്ങ് അനുഗ്രഹിക്കണമേ. ഈശോ തൻ്റെ കുരിശിലെ സഹനത്തിൽ പീഡാസഹനവും ഉത്ഥാനവും വഴിയും ഈശോ തൻ്റെ സ്നേഹം നമ്മളോട് കാൽവരിയിലെ കുരിശിലൂടെയാണ് ഈശോ നമ്മളോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചത്. ആ ഈശോയുടെ സ്നേഹം നമ്മൾ ഉൾക്കൊള്ളുവാനും ഈശോയുടെ സ്നേഹത്തിന് അനുരൂപരായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുവാനും അങ്ങനെ നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ഈശോയെ അനുഭവിച്ചറിയാനായിട്ട് യേശുവിൻ്റെ പ്രകാശവും സാന്നിധ്യവും നിറഞ്ഞ വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുന്നമേ. പാപങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോഴും ഈശോയെ അങ്ങേ വേദനിപ്പിക്കുന്നു എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് പാപത്തിൽ നിന്ന് ഓടി അകലുവാനും ഈശോയുടെ കരുണയും സ്നേഹവും നിറഞ്ഞ വ്യക്തികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമുക്ക് വചനഭാഗത്തിലേക്ക് കിടക്കാം. ഈശോ തൻ്റെ കാൽവരിയിൽ തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈശോ ആ സ്നേഹം കാൽവരിയിൽ പ്രകടിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ നമ്മുടെ സ്നേഹങ്ങളെല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട് നടക്കാതെ മക്കൾക്കും മാതാപിതാക്കൾക്കും ജീവിത പങ്കാളിക്കുമെല്ലാം ആ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ വക്താക്കളായിട്ട്, സ്നേഹത്തിൻ്റെ പ്രവാചകരായി തീരാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ആദ്യമായി ആ തിരുഹൃദയം നമ്മളിൽ നിന്ന് പഠിപ്പിക്കുന്ന ആദ്യ പാഠം സ്നേഹവും ത്യാഗവും നിറഞ്ഞ ഈശോയുടെ ആ മാതൃകയാണ് നമ്മൾ അനുകരിക്കേണ്ടത്. മാർഗരീറ്റ അലക്കോക്ക് എന്ന വിശുദ്ധയ്ക്ക് ഈശോ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വെളിപ്പാട് രൂപത്തിൽ ലഭിച്ചതാണ് ഈശോയുടെ ആ രീതിയിൽ വരച്ചതാണ് ഈശോയുടെ തിരുഹൃദയം എന്ന ഒരു ആശയം. ഈശോയുടെ ആ മുറിവിലൂടെയാണ്, തിരുമുറിവിലൂടെയാണ് ഈശോ നമ്മെ കേൾക്കുകയും നമ്മുടെ വേദനകൾ ഈശോ നമ്മളോട് പങ്കുവെക്കുകയും നമ്മുടെ വേദനകൾ ഈശോ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ഈശോയുടെ ആ തിരുമുറിവുകളിലൂടെയാണ്. ഈശോ നമ്മളോടുള്ള നമ്മെ മനസ്സിലാക്കുന്നതും ഈശോ നമ്മുടെ വേദനകളോടുകൂടി നമ്മളെ ചേർത്ത് പിടിക്കുന്നതും ആ തിരുമുറിവുകളിലൂടെയാണ്. ഈശോയുടെ സഹനങ്ങളാണ് നമ്മെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ വേദനകൾ എല്ലാം ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ആ സ്നേഹത്തെ പ്രതി
ഈശോ നമ്മളുള്ള സ്നേഹത്തെ പ്രതിയും ഇത്രയേറെ സാധനങ്ങൾ ഏറ്റുവാങ്ങിയത് നമ്മളുള്ള സ്നേഹത്തെ പ്രതിയാണ്. ഈശോയുടെ തിരുമുറിവിലൂടെയാണ് നമ്മൾ ഓരോരുത്തരിലേക്കും ആ ഈശോയുടെ പ്രകാശം കടന്നു വരുന്നത്. ആ സഹനത്തിലൂടെയാണ്, ആ മുറിവുകളിലൂടെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കഴിപ്പേറിയ തിരസ്കരിക്കപ്പെട്ട ചില ബുദ്ധിമുട്ട് നിറഞ്ഞ സഹനങ്ങളിലൂടെയാണ് നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഉൾവെളിച്ചങ്ങളും പ്രകാശങ്ങളും ഈശോയുടെ സാന്നിധ്യമൊക്കെ തിരിച്ചറിയാനായിട്ട് കൂടുതൽ സഹായകമായി തീർന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. ചില മുറിവുകളിലൂടെയാണ് നമുക്ക് പലരുടെയും സഹനങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മുടെ സ്നേഹം നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നതും അവർ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങളുടെ ഫലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒരമ്മ കുഞ്ഞിന് ജന്മം നൽകുമ്പോൾ അനുഭവിക്കുന്ന ആ മുറിവുകളും വേദനകളും നിന്നും നമുക്ക് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നീടുള്ള വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ഒത്തിരി സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മക്കളെ വളർത്തിക്കൊണ്ടാനായിട്ട് മാതാപിതാക്കളുടെ ആ ത്യാഗനിർഭരമായ ആ സ്നേഹത്തിലൂടെയാണ് നമുക്ക് അവരുടെ സ്നേഹം നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ചിലർ രണ്ട് രീതിയിലാണ് മനുഷ്യർ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഒന്ന്, ചിലർ എല്ലാം തലച്ചോറ് കൊണ്ട് ചിന്തിച്ചുകൊണ്ടാണ് അവർ എല്ലാ സ്ഥലത്തും അവർ ബിസിനസ് മേഖലയിൽ മാത്രമല്ല എല്ലാ ബന്ധങ്ങളിലേക്കും അവർ കാൽവെപ്പ് നടത്തുന്നതും എല്ലാം യുക്തി കൊണ്ട് ചിന്തിച്ച് ലാഭനഷ്ട കണക്കുകൾ എങ്ങനെയാണെന്ന് കൂട്ടി നോക്കിക്കൊണ്ടാണ് ചിലർ ബന്ധങ്ങളിലേക്ക് കിടക്കുന്നത്. ഈശോ അതിൽ നിന്നും വ്യത്യസ്തനായിട്ട് ഈശോ നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചത് ഹൃദയം കൊണ്ടാണ് ഈശോ നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത്. യുക്തി കൊണ്ടുള്ള സ്നേഹമല്ല ഈശോയുടേത് എന്ന് നമുക്ക് ഈശോയുടെ വചനഭാഗങ്ങളിൽ ഒക്കെ നമുക്ക് പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാബത്ത് ദിവസം യഹൂദർക്ക് നിഷിദ്ധമാണെന്ന് അറിഞ്ഞിട്ട് പോലും ആ ദിവസങ്ങളിൽ ഈശോ പിറ്റേ ദിവസത്തേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞ് ഈശോ തൻ്റെ പ്രവർത്തികളൊന്നും മാറ്റിവെച്ചില്ല. വരുവായികളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈശോ ലോകശാന്തി നൽകുന്നതായിട്ട്, ശാപത്തിൽ നൽകുന്നതായിട്ട് നമുക്ക് കാണാനായി സാധിക്കും. അതുപോലെ കാനായിലെ കല്യാണ വീട്ടിൽ എൻ്റെ സമയമായിട്ടില്ലെന്ന് ഈശോ മാതാവിനോട് പറഞ്ഞുവെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ കുറവുകൾ കണ്ടപ്പോൾ ഈശോ അതെല്ലാം മറന്നുകൊണ്ട് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഈശോ തൻ്റെ സ്നേഹം അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കുന്നതായിട്ട് കാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കിക്കൊണ്ട് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ സാധിക്കും. ഈശോയുടെ പിന്നാലെ പോയ പല വ്യക്തികളെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്. അവർ ഭ്രാന്തന്മാരും മണ്ടന്മാരും മടയന്മാരൊക്കെ ആയിട്ടാണ് നമ്മൾ ആ സമൂഹം അവരെ വിളിക്കുന്നത്. അവർ യുക്തി കൊണ്ടല്ല, അവർ ഹൃദയം കൊണ്ടാണ് മറ്റുള്ളവരെ സ്നേഹിക്കുകയും അതിനുവേണ്ടി ത്യാഗങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈശോ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും വരുമരായികളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഈശോയുടെ കരുണയും സ്നേഹവും ഓരോ പ്രവൃത്തിയിലും ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ ലാഭനഷ്ടങ്ങളിലെ കണക്കൊന്നും ഈശോ അതിലൂടെ നോക്കുന്നില്ല. കാനായിലെ 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോട്ടുമ്പോൾ ഈശോയ്ക്ക് അവരോട് അനുകമ്പ തോന്നുകയും അവർക്ക് വേണ്ടിയിട്ട് ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഈശോയുടെ എല്ലാ ഇടപെടലുകളും ഹൃദയപൂർവമായ ഇടപെടലായിരുന്നു ഈശോ നടത്തിയിരുന്നത്. നമ്മളും അതുപോലെ മറ്റുള്ളവരെ ഹൃദയപൂർവ്വം കേൾക്കാനും ഹൃദയപൂർവ്വം നമുക്ക് അവരുടെ കാര്യങ്ങൾ സംസാരിക്കാനും ഹൃദയപൂർവ്വം
മറ്റുള്ളവരത് പ്രവർത്തിക്കുവാനും മറ്റുള്ളവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാനും ഹൃദയപൂർവ്വം നമുക്ക് നല്ല രീതിയിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനും ഉള്ള ഹൃദയപൂർവ്വമുള്ള ഇടപെടലുകളാണ് നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതികളാണ് ഓരോ ക്രൈസ്തവ വിശ്വാസികൾക്കും വേണ്ടതെന്ന് ഈശോയുടെ മാതൃക നമ്മെ പഠിപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ കുറിച്ച് തിരുഹൃദയ ഭക്തി എന്നൊരു രീതിയുണ്ട്. രണ്ടാമത് തിരുഹൃദയ ജപമാലയുണ്ട്. മൂന്നാമത് തിരുഹൃദയ പ്രതിഷ്ഠ നടത്തുന്ന ഒരു രീതിയും സഭയിലുണ്ട്. ഈശോയുടെ ഈ തിരുഹൃദയത്തോട് ധ്യാനിക്കുമ്പോൾ വചനങ്ങളിൽ അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന ഈശോയുടെ ആ ഒരു വചനം നമുക്ക് ഇപ്പോൾ ഓർക്കാം. ശാന്തശീലനും വിനയഹൃദയനുമായ ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയത്തിന് ഒത്തതാക്കിയതല്ലെന്നമേ എന്ന ഈശോയുടെ ഹൃദയത്തിൻ്റെ പ്രത്യേകതയായിട്ട് ശാന്തശീലയും എളിമയും നിറഞ്ഞ ഈശോയുടെ ആ മനോഭാവത്തിലൂടെ, എളിമ നിറഞ്ഞ ഹൃദയഭാവത്തിലൂടെ ശാന്തമായ എളിമയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും കടന്നു വരാനായിട്ട് പരിശ്രമിക്കാം. തോമാസ് ലീഗ ഈശോയുടെ ആ തിരുമുറിവിൽ കൈവിരൽ തൊട്ടാൽ മാത്രമാണ് ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ശാഠ്യം പിടിച്ചപ്പോൾ ഈശോ അവിടെ വന്ന് അവിശ്വസിയാതെ എൻ്റെ ഹൃദയത്തിലേക്ക് വിരൽ വിട്ടുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ട് തോമാസ് ലീഗ ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് വചനഭാഗത്തിൽ കാണാനായി സാധിക്കും. നമ്മോടും യേശു പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഈശോ അടുക്കിലേക്ക് കടന്നു ചെല്ലാനും ഹൃദയത്തിലേക്ക് ഈശോ തിരുഹൃദയത്തിലേക്ക് നാം നോക്കാനും അങ്ങനെ അനുഗ്രഹം പ്രാപിക്കാനും നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഹൃദയത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ധ്യാനിക്കുവാനും ഈശോ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. നമ്മൾ ഓരോരുത്തരും പാപത്തിൽ നിന്ന് മോചനം ലഭിച്ച് പാപം ചെയ്യുമ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന പാപം ചെയ്യാതെ ജീവിക്കാനായിട്ടുള്ള കൃപ ഈശോയിൽ നിന്ന് പ്രാപിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരിയിലെ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന ഈശോയുടെ ഹൃദയത്തിലേക്ക് ഒരു ഭൃത്യൻ ഒരു കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുകയും അവിടെ നിന്ന് ഒഴുകിയ രക്തവും വെള്ളവും വഴി ആ കാഴ്ച നഷ്ടപ്പെട്ട ആ കണ്ണിലേക്ക് ആ വെള്ളം അവൻ്റെ കണ്ണിലേക്ക് പതിക്കുകയും അങ്ങനെ കണ്ണിന് കാഴ്ച ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവൻ സാക്ഷ്യം വിളിച്ചു പറഞ്ഞു, സത്യമായും ഇവൻ ദേവപുത്രനായിരുന്നു എന്ന് അവൻ സാക്ഷ്യം നൽകുകയും ചെയ്തു. ആ പടയാളിയിലെ ജീവിതത്തിന് സ്വന്തം കീറിമുറിച്ച വ്യക്തിയുടെ ഹൃദയം കീറിമുറിച്ച ആ വ്യക്തിയേതുപോലും ശത്രുക്കളതുപോലും മാനസാന്തരപ്പെടുത്താനായിട്ട് ഈശോയ്ക്ക് ആശമിക്കുന്ന സ്നേഹം അവനിലേക്ക് ഒഴുക്കാനായിട്ട് ഈശോയ്ക്ക് സാധിച്ചു. ആ വ്യക്തിയുടെ കണ്ണിന് മാത്രമല്ല കാഴ്ച ലഭിച്ചത്, അവന് ശാരീരികമായ കാഴ്ചയല്ല ആത്മീയമായ കാഴ്ചയിലേക്ക് അവനെ ആനയിക്കാനായിട്ട് ഈശോയ്ക്ക് വേണ്ടി മാനസാന്തരപ്പെട്ടുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനായിട്ട് ആ വ്യക്തിയെ ഈശോ ക്ഷണിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശത്രുവിനെ പോലും മാറ്റി നിർത്താതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതായിരുന്നു ഈശോയുടെ സ്നേഹം. ആരെയും മാറ്റി നിർത്താതെ എല്ലാവരെയും ഈശോ ഹൃദയത്തിലേക്ക് ഈശോ എല്ലാവരെയും ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഈശോയെ വേദനിപ്പിച്ചവരോടും പോലും ഈശോ അവർക്ക് വേണ്ടി സ്നേഹം ഒഴുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോയുടെ ഹൃദയത്തിൽ കരുണയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമ്മുടെ ഹൃദയം ഓരോ നിമിഷവും ജനിച്ച നാൾ മുതൽ മരിക്കുന്നത് വരെ ഹൃദയം
ഓരോ നിമിഷവും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൃദയം ഒരിക്കലും പണിമുടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഹൃദയം പണിമുടക്കുക കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കും. അതേപോലെ നല്ല മനുഷ്യരായിട്ട് തീരാനും കാരുണ്യവും സ്നേഹവും നമ്മളിൽ നിന്ന് മറ്റു വ്യക്തികളിലേക്കും മറ്റു വ്യക്തികളെ വളർത്തിക്കൊണ്ടുവരുന്ന, അവരെ മനസ്സിലാക്കുന്ന, അവരെ നേർവഴിക്ക് നയിക്കുന്ന നല്ല വ്യക്തിത്വമുള്ള മനുഷ്യരായിട്ട് തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഹൃദയത്തിൽ നിന്നാണ് നല്ല ചിന്തകൾ വരുന്നത്. നല്ലത് പ്രവർത്തിക്കാനും നല്ല വിളവുകൾ നൽകാനുള്ള കൃഷിയിടമായിട്ട് നമ്മുടെ ഓരോ ഹൃദയങ്ങളെയും ആക്കി തീർക്കാൻ പരിശ്രമിക്കാം. ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അധരം സംസാരിക്കുന്നതെന്ന് വചനത്തിൽ കാണാൻ സാധിക്കും. ഹൃദയത്തിൽ നല്ല നല്ല വിത്തുകൾ വിതച്ച് കഴിഞ്ഞാൽ നല്ല നല്ല ഫലങ്ങൾ കൊയ്യാനായിട്ട് നമുക്ക് സാധിക്കും. തിരുഹൃദയത്തിൽ നിന്ന് 2 സൈസ് പ്രകാശങ്ങൾ ഒഴുകുന്നതായിട്ട് നമുക്ക് തിരുഹൃദയ ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് വെളുത്ത പ്രകാശവും രണ്ടാമത്തേത് നീലപ്രകാശവുമാണ്. വെളുത്ത പ്രകാശം ജലത്തെ, അത് മാമോദീസയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും മാമോദീസ മുങ്ങിയപ്പോൾ ജലം കൊണ്ടാണ് നമ്മൾ കഴുകപ്പെട്ടത്. അങ്ങനെ തിരുസഭയിലെ അംഗങ്ങളായിട്ട് നമ്മൾ മാറുന്നു. ചുമന്ന രശ്മിയും ഈശോയുടെ രക്തമാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാധനങ്ങളിൽ ഈശോയുടെ വിശുദ്ധ കുർബാന വശിച്ചുകൊണ്ട് നമ്മൾ ആ ഈശോയുടെ ബലിയായിത്തീരുന്ന ആ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മൾ എത്രത്തോളം മുറിവ് നമ്മൾ നൽകുന്നുണ്ടോ അത്രത്തോളം കരുതുന്ന ദൈവം നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും ഒഴുക്കുന്നതായിട്ട് ക്രിസ്തുവിൻ്റെ ഹൃദയം മുറിവേൽപ്പിക്കപ്പെട്ടത് നമ്മുടെ പാപങ്ങൾ നിമിത്തമാണെന്ന് നമുക്ക് സ്മരിക്കാം. നമ്മൾ പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം വേദനിക്കുന്നു. എങ്കിലും ദൈവം നമ്മെ ഓരോരുത്തരെയും കരുഞ്ഞ് നമ്മുടെ മേൽ ഈശോ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവിക ജീവൻ നമ്മളിലേക്ക് വർഷിക്കുന്നത് ഈശോയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയം മുറിപ്പെടുന്നത് സുഖപ്പെടുത്തുന്ന ഒരു ഹൃദയമാണ് ഈശോയ്ക്കുള്ളത്. ഏശയ്യാ 55:53-5 കാണാൻ സാധിക്കും. അവൻ്റെ മുറിവിനാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു. ക്രിസ്തുവിൻ്റെ ഹൃദയം എല്ലാവരെയും ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഈശോയുടെ ഹൃദയം നമുക്ക് സ്വന്തമാക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് ആരെയും മുറിപ്പെടുത്താതെ എല്ലാവരെയും സുഖപ്പെടുത്തുന്ന നല്ല നല്ല വാക്കുകൾ, സംസാരവും പെരുമാറ്റവും വഴിയും മറ്റുള്ളവരെയും സുഖപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് തീർക്കാനായിട്ട് നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യരാക്കിയിട്ട് ഞങ്ങൾ മാറ്റുന്നേ എന്ന് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ ആരെയും മുറിപ്പെടുത്താതെ എല്ലാവരെയും ചേർത്ത് നിർത്താനായിട്ട്, ആരെയും ഒഴിവാക്കാതെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് ഈശോയെ ഞങ്ങൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുത്തണമേ. ഈശോ പറഞ്ഞ ഉപമകളിൽ നല്ല ഇടയൻ്റെയും നല്ല സമരായക്കാരൻ്റെയും ധൂർത്തുപുത്രൻ്റെയും ഉപമയിൽ ഈശോയുടെ ആ സ്നേഹവും കരുണയും കുറിച്ചാണ് ഈശോ ആ ഉപമകളിലൂടെയെല്ലാം നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. ലയോ 13 മാർപ്പാപ്പയാണ് എല്ലാ ഒരു ചാക്രിയിലൂടെ മനുഷ്യൻ്റെ ഹൃദയത്തെ മുഴുവൻ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചു. നമ്മുടെ നല്ല വ്യക്തികൾ, ഹൃദയങ്ങളുള്ള ആളായി സകല നല്ലൊരു വ്യക്തികളായ നല്ല വ്യക്തിത്വമുള്ള വ്യക്തികളിൽ സമൂഹത്തിനെയും രാഷ്ട്രത്തെയും എല്ലാം പരിവർത്തനപ്പെടുത്താനായിട്ട് ആ വ്യക്തികൾക്ക് സാധിക്കും. കരയുന്നവരുടെ കൂടെ കരയാനും സന്തോഷിക്കുന്നവരുടെ കൂടെ സന്തോഷിക്കാനും വീണവരെ എഴുന്നേൽപ്പിക്കാനും
രോഗികളെ സൗഖ്യപ്പെടുത്താനും തോറ്റുപോയവരെ കൈപ്പിടിച്ച് ഉയർത്തുവാനും നമുക്ക് ഒന്നും തനിക്കായി സമ്പാദിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും എല്ലാം വിട്ടുകൊടുക്കുവാനുമുള്ള ക്രിസ്തുവിൻ്റെ ആ നല്ല മനോഭാവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഈശോയെ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. സ്നേഹവും ത്യാഗവും കരുണയും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ദൈവത്തിൻ്റെ ആ സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയമെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വേദനകളിലും പ്രയാസങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോയെ ആ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് ചോദിച്ച് മർഗരറ്റ് മേരി അലക്കോക്കിനോട് ഉണ്ടായ ചില വെളിപ്പെടുത്തുകൾ തൻ്റെ ഹൃദയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മനുഷ്യമക്കളെയും ഉള്ള സ്നേഹത്താൽ ജ്വലിക്കുന്ന എൻ്റെ ഹൃദയം കാണുക, ഞാൻ ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് ഈശോ ഈ ലോകത്തോട് പ്രഘോഷിക്കുക എന്ന് വിശുദ്ധരോട് ആവശ്യപ്പെട്ടു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കുകയും പാപങ്ങളും തെറ്റുകളും ഒക്കെ ഓർത്തു വയ്ക്കുന്ന ഒരു ഹൃദയമല്ല ഈശോയ്ക്കുള്ളത്. നമ്മൾ തെറ്റുകൾ കുറവുകൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു ഹൃദയമല്ല ഈശോയുടെ ഹൃദയം. ഈശോയുടെ ഹൃദയം നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തുന്ന ഹൃദയമാണ്. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമാകിയാൽ എൻ്റെ മുഖം വഹിക്കുക എളുപ്പമുള്ളതും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിനെന്ന് ഈശോ ആവശ്യപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിലെ ആശ്വാസം ലഭിക്കാനായിട്ട് ഈശോ ചൂണ്ടിക്കാണിച്ചു തരുന്നത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നോക്കുക എന്നതാണ്. നമ്മെ സ്നേഹിക്കുകയും വിശ്വാസം ഉയർത്തുകയും നിരാശയിൽ നിന്ന് നമ്മെ കൈപ്പിടിച്ച് ഉയർത്തുകയും പാപങ്ങൾ ഓർത്തു വയ്ക്കാത്ത ഒരു സമാധാനമുള്ള ഒരു ഹൃദയമാണ് ഈശോയുടെ ഹൃദയം. എസെക്കിയേൽ 36:26 കാണും, ചിലർ മനുഷ്യർക്ക് ദൈവം, അങ്ങനെയുള്ള ഈശോയുടെ ഹൃദയം ചില വ്യക്തികൾക്ക് ദൈവം കൊടുക്കുന്നു. 5 അപ്പം 5000 പേർക്ക് പങ്കുവെച്ച് ചേർന്ന വചന ഭാഗത്ത് കുറിച്ച് ധ്യാനിക്കുമ്പോൾ അവിടെ അവരുടെ വിശപ്പകത്താൻ ഒരു സാധ്യതയുമില്ലാത്ത ആ ഒരു അവസ്ഥ അവരിൽ വരുമ്പോൾ അവരുടെ അലിവ് തോന്നിക്കൊണ്ട് ഈശോ അവരുടെ മുമ്പിൽ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈശോ ഒരു ഹൃദയം, ഈശോയുടെ ഹൃദയം നമുക്ക് അവിടെ കൂടിയുള്ളവരെ സംഘത്തിലേക്ക് പ്രയാസത്തിലേക്ക് നോക്കാതെ അവരെ സഹായിക്കുകയും ചെയ്യുന്ന ഈശോയുടെ ഒരു ഹൃദയം നമുക്ക് സ്വന്തമാക്കാം. ഈശോ ഈ ലോകത്ത് ആരെയും ഒറ്റയ്ക്കാക്കിയിരിക്കാനുള്ള ഇരുത്താനായിട്ട് ഈശോ ശ്രദ്ധിച്ചിരുന്നില്ല. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാനെയും ആരെയും മാറ്റി നിർത്താതെയും അവരോട് കരുതലുള്ള വ്യക്തികളായി നമുക്ക് തീരാനായിട്ട് പരിശ്രമിക്കാം. ഈശോ ശാന്തശീലനും എളിമയുള്ള ഹൃദയം സ്വന്തമാക്കാനായിട്ട് എളിമയും ശാന്തതയും നിറഞ്ഞ വ്യക്തികളായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള വ്യക്തികളായി തീരാനായിട്ട് ഈ പരിശ്രമിച്ചുകൊണ്ട് ഈശോ തിരുഹൃദയത്തിന് അനുരൂപരാകാനായിട്ട് പരിശ്രമിക്കാം. ഈശോ ശത്രുക്കളെ സ്നേഹിക്കാനും പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമാണ് ഈശോ നമ്മൾ ആവശ്യപ്പെട്ടത്. തെറ്റ് ചെയ്തരുത് 70 പ്രാവശ്യം ക്ഷമിക്കാനും ഈശോ അങ്ങനെ ഈശോയിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കാനായിട്ട് പരിശ്രമിക്കാം. ഈശോയുടെ ഹൃദയത്തിന് ഈ സാൽ ദിനത്തെക്കുറിച്ച് പറയുന്നത് ഹൃദയത്തിൽ ദൈവസാന്നിധ്യം
ഇല്ലാത്ത വ്യക്തികളായിരുന്നു ഇസ്രായേൽക്കാർ. ഈ ജനം എന്നെ അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ഞാനില്ല. ഹൃദയ സാന്നിധ്യം ഉള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത്. ഹൃദയം കൊണ്ട് ദൈവവുമായി ബന്ധപ്പെടാനായിട്ട് കഴിയുന്നുമെങ്കിൽ ദൈവത്തിന് ഉള്ള ഏകാശ്രയം, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൽ പ്രാർത്ഥനയിൽ ഹൃദയ സാന്നിധ്യമുള്ള പ്രാർത്ഥനയും ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വാക്ചാതുര്യം കൊണ്ട് ഉള്ള പ്രാർത്ഥനയല്ല ദൈവത്തിന് ആവശ്യം, ഹൃദയ സാന്നിധ്യം കൊണ്ടുള്ള പ്രാർത്ഥനയാണ്, എളിമ നിറഞ്ഞ പ്രാർത്ഥനയാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നത്. പ്രാർത്ഥന ഫലചിത്തയാകണമെങ്കിൽ ഉപവാസം, നീതി, ദാനധർമ്മം എന്നിവ ചേരണമെന്ന് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാനായിട്ട് അത്യന്താപേക്ഷിതമാണ്. ഹൃദയവികാരങ്ങൾ ഇരിക്കുന്നത് വികാരങ്ങൾ പങ്കുവയ്ക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഹന്ന പ്രാർത്ഥിച്ചത് ഹൃദയവികാരങ്ങൾ ഇറക്കി വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഹന്ന ഈശോയുടെ മുന്നിൽ നടത്തിയത്. ദൈവത്തിന് മുന്നിൽ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങൾ അവർ ഈശോയുമായൊരു ബന്ധം ഉണ്ടായിരിക്കും. ഹൃദയത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് യഥാർത്ഥമായ പ്രാർത്ഥന. ഹൃദയമില്ലാത്ത പ്രാർത്ഥനയും പ്രവർത്തനവും ദൈവത്തിന് പ്രീതിപ്പെടുത്താനായി സാധിക്കുകയില്ല. ഈശോ പറയുന്നുണ്ട്, ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ദൈവം നൽകിയ വെളിപ്പെടുത്തൽ ഏറ്റെടുക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ആത്മരക്ഷയാണ് നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമുക്ക് തിരിച്ചറിയാം. റോമ 4:8 പറയുന്നു, കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 32:1 പറയുന്നു, പാപമോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 34:8 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കാൻ പഠിച്ചവനാണ് ഭാഗ്യമുള്ളവൻ. സങ്കീർത്തനം 41:1 പറയുന്നു, ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കഴിയുന്നവൻ ഭാഗ്യവാനാണ്. സങ്കീർത്തനം 84:4 പറയുന്നു, ദൈവത്തെ സ്തുതിച്ച് ദൈവഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. പുറപ്പാട് 34:5 പറയുന്നു, ദൈവത്തെ കാണാനും കേൾക്കാനും പറ്റും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണാനായിട്ട് സാധിക്കുകയില്ല. വിദേശം മൂലം നിങ്ങളിൽ പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. വചനം ഗ്രഹിക്കാനും പഠിക്കാനും നല്ല ഹൃദയം വളരെ ആവശ്യമാണ്. വചനം കേൾക്കുക മാത്രം ചെയ്യുന്നവരല്ലാതെ വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത്. യേശു പറയുന്ന ഓരോ വാക്കുകൾ, വചനങ്ങൾ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കണം. വചനം പ്രതിഷ്ഠിക്കുന്നത് ഹൃദയത്തിലാണ്. മത്തായി 3:23 നല്ല വിലത്ത് വീണമിട്ട് ഫലം പുറപ്പെടുവിക്കുന്നു. നന്നായി പ്രാർത്ഥിക്കണമെങ്കിൽ ഈ ജനം അതരം കൊണ്ട് തന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് ദൂരെയാണ്. അതരത്തിൽ നിന്നുള്ള വാക്കുകൊണ്ടല്ല, ഹൃദയത്തിന് പൂർവ്വമുള്ള പ്രാർത്ഥനയാണ് ഈശോ സ്വീകരിക്കുന്നത്. ഹൃദയത്തിൽ ജ്ഞാനം നിറഞ്ഞ ഹൃദയമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം. ദൈവത്തിൽ നിന്ന് പഠിച്ച് ഹൃദയമാകുമ്പോൾ ദൈവത്തിൻ്റെ ആനന്ദം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങേ ദൈവികമായ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ പ്രാർത്ഥിക്കാം. സഭാപ്രസംഗം 7:12 പറയുന്നു, ജ്ഞാനം ജ്ഞാനിയുടെ ജീവനെ സംരക്ഷിക്കുന്നു. ഹൃദയകാഠിന്യം നമ്മെ ഹൃദയത്തെ വിരൂപമാക്കും. എബ്രായർ 3:15 പറയുന്നു, ഇതാ നിങ്ങൾ അവൻ്റെ സ്വരം ശ്രവിക്കുമ്പോൾ എതിർപ്പിൻ്റെ കാലത്തെന്ന പോലെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾ കഠിനമാക്കരുത്. കഠിനമായ ഹൃദയം വിരൂപമായ ഹൃദയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം.
നമ്മൾ ഓരോരുത്തരുടെയും കഠിനമായ ശിലാഹൃദയം എടുത്തു മാറ്റിക്കൊണ്ട് മാംസളമായ ഒരു ഹൃദയം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നിരന്തരമായിട്ട് പാപങ്ങൾ ചെയ്തുകൊണ്ട് വീണ്ടും ആ പാപം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയവും കഠിനമായി ശിലാഹൃദയമായി തീരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നീട് പാപം ചെയ്തു കഴിഞ്ഞാലും മനസ്താപമോ കുറ്റബോധമോ ഇല്ലാത്തൊരവസ്ഥയിൽ ആ ഹൃദയം എത്തിച്ചേരും. പ്രഭാഷണം 5:5 പറയുന്നു, ക്ഷമിക്കുമെന്നോർത്ത് വീണ്ടും വീണ്ടും പാപം ചെയ്യരുത്. പാപം ചെയ്ത് എനിക്ക് എന്ത് സംഭവിച്ചതെന്ന് വിചാരിക്കരുത്. ദൈവകോപം സാവകാശമേ വരികയുള്ളൂ. ഹെബ്രായർ 10:26 പറയുന്നു, സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവ്വം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന പിന്നീടൊരു വിലയും അവശേഷിക്കുന്നില്ല. പാപം ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയം കഠിനമായി പോകുന്നത് ഒന്ന് പശ്ചാത്താപമില്ലാത്ത അവസ്ഥയാണ് ഹൃദയത്തെ കഠിനമാക്കുന്നത്. ദാനിയേൽ 3:16 വചനം നിരസ്കരിക്കുകയും ദയയും കാരുണ്യവും മറ്റുള്ളവർക്ക് വേണ്ടി കാണിക്കാതെ ശിക്ഷയെ ഭയപ്പെടാതെ നിർവികാരമായി തീരുകയും വികാരം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മുടെ ഹൃദയം കഠിനമായി തീരുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഹൃദയം മാംസളമായൊരു ഹൃദയമാക്കി തീർക്കാനായിട്ട് പരിശ്രമിക്കാം. യെശയ്യാ 49:15 കാണാൻ സാധിക്കും, മുല കൊടുക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഏഷ്യ 54:10 പറയുന്നു, മലകൾ അകന്നു പോയേക്കാൾ കുഞ്ഞുങ്ങൾ മാറ്റിവിട്ടേക്കാൾ അചഞ്ചലമായ സ്നേഹം നിന്ന് പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റമുണ്ടാവുകയില്ല. ഒന്ന് പത്രോസ് 4:7-8 ആദ്യ വാക്കുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഗാഢമായ പരസ്പര സ്നേഹം ഉണ്ടായിരിക്കുകയും കാരണം സ്നേഹം നിരവധിയായ പാപങ്ങളെ ക്ഷമിക്കുന്നു. മത്തായി 3:35 കാണാൻ സാധിക്കും, നിങ്ങൾ സഹോദരനോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിസ്രോതസ്സനായ പിതാവും നിങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കും. കൽപ്പനകൾ പാലിക്കണമെങ്കിൽ നമുക്കൊരു മാംസളമായൊരു ഹൃദയം അത്യാവശ്യമാണ്. എസെക്കിയേൽ 36:26 കാണുന്നു, ഒരു പ്രത്യേക ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റിയും മാംസളമായ ഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ നിക്ഷേപിക്കുകയും ചെയ്യും. ചൂടോ തണുപ്പോ ഇല്ലാത്ത അവസ്ഥ ഹൃദയത്തെ വിരൂപമാക്കും. മർക്കോസ് 6:52 കാണാൻ സാധിക്കും, അവരുടെ ഹൃദയം മന്ദീഭവിച്ചിരുന്നു, അത് അവർ ദൈവിക രഹസ്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ലൂക്ക 24:25-26 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും, അവനോരോട് പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെയും ക്രിസ്തു ഇവയെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നതിലെ ദൈവം നമ്മോട് സംസാരിച്ചാൽ പോലും ഈ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കാത്തൊരവസ്ഥയാണ് ഹൃദയത്തെ മന്ദീഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകുന്നത്. ജെറമിയ 31:10 കാണാം, എഫ്രായിം എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനകുട്ടൻ, അവൻ എന്നോട് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവനെക്കുറിച്ചുള്ള സ്മരണ എന്നിൽ ഉദിക്കുന്നു. എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു, എനിക്ക് അവനോട് കരുണ തോന്നുന്നു. എസെക്കിയേൽ 16:42 പൂർണ്ണ ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് പരമമായ കൽപ്പന. വെളിപ്പാട് 3:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, നിന്റെ പ്രവർത്തികൾ ഞാൻ അറിയുന്നു, നിനക്ക് തണുപ്പോ ചൂടോ ഇല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ അന്വസ്മനാകാനാകയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് തുപ്പികളയും. അനുദപിച്ച് തീക്ഷ്ണമുള്ള വ്യക്തികളായിട്ട് തീരാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് നമ്മൾ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് പൂർണ്ണതയാണ്.
മത്തായി 5:45 പറയുന്നു, എൻ്റെ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. എസെക്കിയേൽ 21:6 പറയുന്നു, ഹൃദയം പൊട്ടുമാറ് നെരുവീർപ്പ് ഇടുക. റോമേ 12:11 കാണാൻ സാധിക്കും, തീഷ്ണതയാൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായും കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. അഹങ്കാരം നിറഞ്ഞ വ്യക്തികൾ ഹൃദയം നമ്മെ ഓരോരുത്തരെയും വിരൂപമാക്കി തീർക്കാനായിട്ട് സഹായകരമായി തീരും. ലൂക്ക 1:54 കാണാൻ സാധിക്കും, ഹൃദയത്തിൽ അഹങ്കരിച്ചവരെ അവിടുന്ന് ചിതറിച്ചു. ജെറമ്യ 50:31 കാണാൻ സാധിക്കും, കർത്താവ് വിളിച്ചെയ്യുന്നു, അഹങ്കാരി, ഞാൻ നിനക്കെതിരാണ്, ഞാൻ നിന്നെ ശിക്ഷിക്കുന്ന ദിനം ആസന്നമായിരിക്കുന്നു. സുഭാഷിതം 16:5 കാണാൻ സാധിക്കും, അഹങ്കരിക്കുന്നവരോട് കർത്താവിന് വെറുപ്പാണ്, അവർക്ക് ശിക്ഷ കിട്ടാതിരിക്കുകയില്ല തീർച്ച. സുഭാഷിതം 15:25 കാണാൻ സാധിക്കും, അഹങ്കാരിയുടെ ഭവനം കർത്താവ് നിലം പരിശാക്കുന്നു, അഹങ്കാരം നാശത്തിൻ്റെ മുന്നോടിയാണ്. സങ്കീർത്തനം 10:1-5 വാക്യങ്ങൾ, അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ വെച്ച് പുറപ്പിക്കില്ല. പ്രഭാഷകൻ 3:28 സാധിക്കുന്നു, അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല, ദുഷ്ടത അവൻ്റെ മേൽ ഉറച്ചു കഴിഞ്ഞു. ഏതെല്ലാം വിധത്തിലാണ് നമ്മൾ അഹങ്കാരം പ്രകടമാക്കുന്നത്? നമ്മൾ ചിന്തയിലെ അഹങ്കാരങ്ങൾ ഉള്ളവരായിട്ട് മാറാനായിട്ട് സാധിക്കും. സംസാരത്തിലെ അഹങ്കാരം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രഭാഷകൻ 32:12 കാണാൻ സാധിക്കും, അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. പിന്നെ നമുക്ക് നോട്ടത്തിൽ അഹങ്കാരം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സക്രിയ 30:13 കാണാൻ സാധിക്കും, കണ്ണുകളിൽ ഗർവ് മുറ്റി നിൽക്കുന്ന ചിലരുണ്ട്. പ്രവൃത്തിയിൽ ചിലവർക്ക് അഹങ്കാരം പ്രവർത്തിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സൗന്ദര്യത്തിൻ്റെയും അറിവിൻ്റെയും ഒക്കെ പേരിൽ അഹങ്കരിക്കാൻ നമ്മൾ ഒരിക്കലും ഇടയാകരുത്. സങ്കീർത്തനം 73:6 പറയുന്നു, അഹങ്കാരം കൊണ്ട് ഹാരം അണിയാൻ സാധിക്കും നമുക്ക് ഓരോരുത്തർക്കും. യേശു എളിമയും അനുസരണയുമുള്ളവനായിട്ടാണ് ഈശോ ഈ ലോകത്ത് അറിയപ്പെട്ടത്. ജെറമ്യ 48:10 കാണാൻ സാധിക്കും, കർത്താവിൻ്റെ വേലയിൽ അലസനായിരിക്കുന്നവൻ ശബ്ദനാണ്. 1 കൊരിന്ത്യർ 9:16 കാണാൻ സാധിക്കും, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ദൈവസ്നേഹത്താൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം ഒരു ശുശ്രൂഷയാണ് ഫലസമ്പന്നമാവാനായിട്ട് കാരണമായി തീരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റോമ 12:11 കാണാൻ സാധിക്കും, തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായും കർത്താവിൽ ശുശ്രൂഷ ചെയ്യുവിൻ. അപ്പോസ്തല പ്രവർത്തനം 16:6-10 വാക്യങ്ങൾ അനുസരണമാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മൾ ദൈവ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയിരിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആദരങ്ങളെ വിശദീകരിക്കാനും ഹൃദയ വിശുദ്ധിയും ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയവും ആദരത്തെയും ഈശോയെയും അങ്ങ് തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും വിശദീകരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ യേശു നമ്മൾ ആവശ്യപ്പെടുന്നത് ശിഷ്യത്വം ഏറ്റെടുത്തുകൊണ്ടുള്ള ശുശ്രൂഷ ചെയ്യാനായിട്ടാണ് ആവശ്യപ്പെടുന്നത്. യോഹന്നാൻ 8:31 പറയുന്നു, യേശു പറഞ്ഞു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയോട് സ്നേഹമുള്ളൊരു ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീഷ്ണത സ്നേഹത്തിൻ്റെ ഒരു സൂചനയാണ്. സ്നേഹമാണ് എല്ലാ വിളിയെയും ഉൾക്കൊള്ളുന്ന വിളിയെന്ന് കുരിത്രേസ്യ പറയുന്നുണ്ട്. ഹൃദയപൂർവ്വം ശ്രവിക്കണം, ഹൃദയപൂർവ്വം ക്ഷമിക്കാനും ഹൃദയം കൊണ്ട് ക്ഷമിക്കാനായിട്ട് ദൈവമേ ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ കയറ്റിയ ആൾക്കാരോടെല്ലാം
ഈശോ പിതാവ് ഇവർ ചെയ്യുന്നതെന്ന് ഇവർ അറിയുന്നവർ ക്ഷമിക്കണമെന്നും പ്രാർത്ഥിക്കുന്നത് ഹൃദയപൂർവ്വം മറ്റുള്ളവരതും ക്ഷമിക്കുന്നത് നമുക്ക് ഈശോയുടെ മാതൃക നമുക്ക് സ്വന്തമാക്കാം. സുഭാഷിതം 25:22-23 കാണാൻ സാധിക്കും. ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരം, ദാഹിക്കുമ്പോൾ ജലവും കൊടുക്കുക. അങ്ങനെ അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെയും തീക്കനൽ കൂട്ടും. കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും. ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോ പാപികളെയും മാനസാന്തരപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. രണ്ടാമതായിട്ട് ക്ഷമിക്കുക എന്നത് ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു അത്യന്താപേക്ഷിതമായ ഒരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മർക്കോസ് 11:25 കാണാൻ സാധിക്കും. ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോഴാണ് പല വിധത്തിലുള്ള രോഗങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കണമെങ്കിൽ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തിരുന്നെങ്കിൽ അവിടെ ബലിപീഠത്തിൽ കാഴ്ചകൾ അവിടെ വെച്ചിട്ട് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കാനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. ലൂക്കാ 6:37 കാണാൻ സാധിക്കും. ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. മത്തായി 18:35 കാണാൻ സാധിക്കും. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എൻ്റെ സർവ്വസ്വനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ പ്രവർത്തിക്കും. ഹൃദയപൂർവ്വമായ ഒരു ക്ഷമയും ആണ് ഈശോ നമ്മളിൽ നിന്ന് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്. മത്തായി 5:43 കാണാൻ സാധിക്കും. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അപ്പോൾ നീ സർവ്വസ്വനായ പിതാവിൻ്റെ മക്കളായി തീരും. 2 കൊരിന്ത്യർ 2:10-11 വാക്യങ്ങൾ പൗലോസ് പറയുന്നു, നിങ്ങൾ ക്ഷമിക്കുന്നവനോട് ഞാനും ക്ഷമിക്കും. ഞാൻ എന്തെങ്കിലും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത്. അങ്ങനെ സാത്താൻ നമ്മളെ കബളിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ദൈവം അവനോട് ക്ഷമിക്കുമെന്നും അതുപോലെ നമ്മളും മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് കടപ്പെട്ടവരാണ്. പ്രഭാഷകൻ 28:2-3 വാക്കുകൾ സാധിക്കും. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ചു പുലർത്തുന്നവനോട് അവനെ കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ജോബ് 42:10 പറയുന്നു, ജോബ് തന്നെ പരിഹസിച്ചവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ ഐശ്വര്യവും എല്ലാം ഈശോ ദൈവം പുനഃസ്ഥാപിച്ചു കൊടുത്തതായിട്ട് നമുക്ക് ജോബിൻ്റെ പുസ്തകത്തിൽ കാണാനായി സാധിക്കും. സംഖ്യ 12:13 കാണാൻ സാധിക്കും. തനിക്കെതിരെ പ്രവർത്തിച്ച മെരിയാസിനെ കുഷ്ഠരോഗിയായപ്പോൾ അവർക്ക് വേണ്ടി മോശ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 സാമുവേൽ 24:26 തന്നെ കൊല്ലാൻ വന്ന അവർക്ക് വേണ്ടി നോക്കിക്കൊണ്ട് സാവൂളിനെ വകവരുത്താനായിട്ട് ദാവീദിന് നല്ലൊരു അവസരം കിട്ടി. എന്നിട്ട് പോലും ദാവീദ് ഒരു പോറൽ പോലും ഏൽക്കാതെ ആ സാവൂളിനെ രക്ഷപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 50:20 നമുക്ക് കാണാൻ സാധിക്കും. പൂർവ്വപിതാവായ ഔസേപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒത്തിരി തിരസ്കാരങ്ങൾ, പൊട്ടക്കിണറ്റിലൊക്കെ സഹോദരന്മാരെ തള്ളിയിട്ട് കൊണ്ട് അവനെ ഒത്തിരി മോശമായി പെരുമാറിയപ്പോൾ, ഒത്തിരി കഷ്ടത്തിലൂടെ കടന്നു പോയപ്പോൾ, ഏറ്റവും അവസാനം ഒരു സഹോദരങ്ങളെ കഴിഞ്ഞപ്പോൾ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് ജോസഫ് പറഞ്ഞു, നിങ്ങളെനിക്ക് തിന്മ ചെയ്തു, ദൈവം അത് എനിക്ക് നന്മയാക്കി തീർത്തുവെന്ന്. നമുക്ക് വേണ്ടിയും നമ്മെ രക്ഷിക്കാമെന്ന് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവം പ്രവർത്തിച്ചതാണ്. അതിൻ്റെ ഫലമായി ഞാൻ കുറച്ച് സഹിക്കേണ്ടതായി വന്നു എന്ന് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ലിഖിതത്തിൽ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 7:6 കാണാൻ സാധിക്കും. ആദ്യത്തെ രക്തസാക്ഷിയായ സ്തെഫാനോസ് തന്നെ എറിഞ്ഞ വ്യക്തികൾക്ക് വേണ്ടിയും ക്ഷമിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ യേശു അവരെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ട്, അവൻ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ വെളിപ്പാട് ലഭിക്കണമെങ്കിൽ നമ്മൾ
ക്രിസ്തുവിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകം നിങ്ങൾ നിലനിൽക്കുന്നുവെങ്കിൽ മറ്റാരും നിങ്ങളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഈ ക്രിസ്തുവിൻ്റെ അഭിഷേകം നിങ്ങളെ പഠിപ്പിക്കും. മർക്കോസ് 7:27 നമുക്ക് കാണാൻ സാധിക്കും. ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഒരു പുതിയ ചൈതന്യം ഞാൻ നിങ്ങൾക്ക് നൽകും. നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നൽകും. ഈശോ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിലെ കുരിശുകൾ, വേദനകൾ, ഒറ്റപ്പെട്ടുകൾ ഉണ്ടായപ്പോൾ ഈശോ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് ചെയ്തത്. പിതാവിൻ്റെ സ്നേഹം ഈശോയിൽ നിറഞ്ഞിരുന്നു. സ്നേഹത്താൽ കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയമായി ഈശോയുടെ ഹൃദയം മാറി. ഗെത്സമനി തോട്ടത്തിൽ കുരിശുമേൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ രക്തം ചിന്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ കുരിശിനിൽ നിന്ന് പോകണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ രക്തം ചിന്തി പ്രാർത്ഥിച്ചു. പിതാവിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പിതാവിനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെ സ്നേഹം താൽക്കത്തി ജ്വലിക്കുന്ന ഒരു ഈശോയാണ് അവിടെ കാണാൻ സാധിക്കുക. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മളിൽ നിന്നും മാറ്റിപ്പോകാത്ത പല പ്രശ്നങ്ങളിലുള്ളിൽ ഈശോ പിതാവിനെ ആശ്രയിച്ചതുപോലെ നമുക്കും ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ ആശ്രയിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പൗലോസ്ലീഹ നമ്മുടെ ഓരോരുത്തരും പറയുകയാണ്. റോമ 8:35-38 വാക്യങ്ങൾ കാണാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കും നമ്മെ വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇവയിലെല്ലാം നമ്മെ സ്നേഹിച്ച മുഖാന്തിരം പൂർണ്ണ വിജയം വരിച്ചിരിക്കുന്നു. പൗലോസ്ലീഹ തൻ്റെ ആശ്രയം മുഴുവനും ക്രിസ്തുവിലാണ് വെച്ചിരുന്നത്. നമ്മൾ ക്രിസ്തുവിൽ ആശ്രയിച്ചാൽ അവനെ പ്രതിയും കത്തിജ്വലിക്കുന്ന ഒരു ഹൃദയമായി നമ്മൾ ഓരോരുത്തരും മാറും. ഈശോയെ തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കുവാനും ആ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാനും നമുക്ക് പരിശ്രമിക്കാം. ഞാൻ ഏത് അവസ്ഥയിൽ ആയിരുന്നാലും നമ്മെ സ്വീകരിക്കാൻ ക്രിസ്തു എല്ലാത്തിൻ്റെയും പ്രഥമ സ്ഥാനമായിട്ട് ഈശോയെയും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എല്ലാത്തിനും ഉപരിയായിട്ട് ഒന്നാം സ്ഥാനം യേശുവിൻ്റെ സമാധാനം നമ്മളിൽ ഓരോരുത്തരും നിറയട്ടെ. യേശു 26:30 നമുക്ക് കാണാൻ സാധിക്കും. അങ്ങയുടെ ഹൃദയത്തിൽ ആശ്രയിക്കുന്നവരെ സമാധാനത്തിൻ്റെ തികവിൽ അവൻ അവരെ സംരക്ഷിക്കുന്നു. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. അവൻ സമാധാനമാണ്. നിങ്ങൾ നിക്ഷേപം എവിടെയാണോ അവിടെയാണ് നിങ്ങളുടെ ഹൃദയവും. നമ്മുടെ ഓരോരുത്തരുടെ നിക്ഷേപം എവിടെയാണെന്ന് നമുക്ക് പരിശ്രമിക്കാം. യേശു എന്ന നിക്ഷേപത്തിലേക്ക് നമ്മുടെ ജീവിതം യേശുവിനെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകി ഈശോയെ പൂജിച്ചുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിന് അനുരൂപരായി തീരാൻ പരിശ്രമിക്കാം. സ്വാർത്ഥതയില്ലാത്ത ഒരു സ്നേഹം ആണ് ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അതേപോലെ സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തെ നമുക്ക് രൂപപ്പെടുത്താം. എസെക്കിയേൽ 34-36 അധ്യായത്തിൽ നിന്ന് കാണാൻ സാധിക്കും. മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു ഹൃദയമായി നമ്മുടെ ഹൃദയവും മാറേണ്ടതായിട്ട് വരാൻ ആവശ്യമാണ്. യേശുവിൻ്റെ ആത്മാവെ നമ്മളിലേക്ക് നിക്ഷേപിക്കുകയും വചനം പാലിക്കാൻ യേശു നമ്മെ ഓരോരുത്തരെയും മാറ്റുകയും ചെയ്യും. ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നൽകണമെന്നും പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിലെ ചിത്രത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഒന്ന്, മുള്ളുകൊണ്ട് ആവരണം ചെയ്യപ്പെട്ട ഒരു തിരുഹൃദയം. 2, തിരുഹൃദയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കുരിശ്. 3, കുരിശിനെ പുണർന്നു നിൽക്കുന്ന അഗ്നി നാവുകൾ, അതുപോലെ ജീവൻ്റെ അഭിഷേകം.
4 ഹൃദയത്തിൽ ഒരു വലിയ മുറിവുണ്ട്. ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന രക്തം മുള്ളുകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടത്. 99 വിട്ട് 1 തോളിലേറ്റി നടക്കുന്ന മുറിവേറ്റ കുഞ്ഞാടിനെ തേടി നടക്കുന്ന നല്ല ഇടയൻ്റെ മാതൃകയാണ് ഇവിടെ കാണിച്ചിരുന്നത്. അബ്രാഹാം മകനെ ബലി കഴിക്കണമെന്ന് പറഞ്ഞ് ബലിയർപ്പിക്കാൻ പോയപ്പോൾ കത്തി ഉയർത്തി മോനെ ബലിയർപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ മകനെ ബലിയർപ്പിക്കരുത്, പകരം ഒരു മുള്ളുകളുടെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു കുഞ്ഞാടിനെ കാണുകയും അതിനെ ബലിയർപ്പിക്കുകയും ചെയ്തത്. അത് ഈശോയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലോകത്ത് ഒറ്റപ്പെട്ടും നഷ്ടപ്പെട്ടു പോകുന്ന കുഞ്ഞാടുകളെ കുറിച്ച് ഈശോ പറയുന്നു. 99 വിട്ട് ഒരു മുറിവേറ്റ ഒരു കുഞ്ഞാടിനെ തേടി പോകുന്ന ഇടയൻ്റെ ആ ഒരു സ്നേഹമാണ് ഈശോ ഉപമയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈശോൻ്റെ ശിരസിലെ ഒരു മുൾക്കിരീടം ഉണ്ടായിരുന്നു. മുൾക്കിരീടം ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയിലൂടെയാണ് ആ സ്നേഹം പരിപൂർണമായി തീരുന്നതായി മാറുന്നത്. എല്ലാ സ്നേഹത്തിലും ഒരു ത്യാഗമുണ്ട്. ഈശോയുടെ ആ ത്യാഗമാണ് വിശുദ്ധ കുർബാനയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആഴമായ സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹമാണ് ഈശോ തിരുഹൃദയത്തിൻ്റെ സ്നേഹം. ഈശോ നമുക്ക് വേണ്ടി കൊടുത്ത് സ്നേഹമാണ് ഈശോയുടെ തിരുഹൃദയം. നമ്മുടെ ഓരോ കൊച്ചുവേദനകളെയും ഈശോ തിരുഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് അത് സ്വീകരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കുരിശിൻ്റെ ഈശോ മരിക്കുന്നത് വരെ കുരിശ് ഒരു ശാപത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കണ്ടിരുന്നത്. ഈശോ കുരിശിൽ തൂക്കപ്പെട്ടതോടുകൂടി ആ കുരിശ് മഹത്വത്തിൻ്റെ അടയാളമായിട്ട് ഈ ലോകത്തെ രക്ഷിക്കാൻ ഈശോ വഹിച്ചത് കുരിശാണ്. ഈശോ നമ്മെ വഹിക്കുകയാണ്. ഈശോയുടെ ഭൂമിയുമായി നമ്മെ ബന്ധിപ്പിച്ച ആയുധമാണ് കുരിശ്. നമുക്ക് സ്വർഗത്തിലേക്ക് കയറി പോകാനുള്ള ഗോവണിയാണ് കുരിശിൻ്റെ വഴി. ഭൂമിക്കും സ്വർഗത്തിനും ഇടയിൽ നിന്നുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ കൊണ്ടാണ് ഈശോ മരിച്ചത്. കുരിശ് സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. സ്നേഹത്തിൻ്റെ പ്രതീകം ആയ കുരിശ് നല്ല കള്ളനെ സ്വർഗത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ ഈശോയുടെ ആ കുരിശിലെ സ്നേഹത്തിന് സാധിച്ചു. ഈശോയുടെ കുരിശ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകൾ എടുക്കുന്ന വ്യക്തിയായിരിക്കണം യേശുവിൻ്റെ ക്രിസ്തു ശിഷ്യന്മാർ. അഗ്നിനാവുകൾ, അഗ്നി നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുന്നതാണ് ആ ചിത്രത്തിൽ കാണുന്ന അഗ്നിനാവുകൾ. വ്യക്തിപരമായി നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ തിരുഹൃദയത്തിൻ്റെ അഗ്നിയാണ് നമ്മളവിടെ കാണാൻ സാധിക്കുന്നത്. എന്നോടുള്ള സ്നേഹത്താൽ ഈശോയുടെ തിരുഹൃദയം എരിഞ്ഞുകൊണ്ടിരിക്കുന്ന തിരുഹൃദയമേ, ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങനെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കാനായിട്ട് ഇടയാക്കണമേ. പിന്നെ ഹൃദയത്തിലുള്ള ഈശോയുടെ മുറിവ് ആ തിരുഹൃദയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മുറിവുകൾ അല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല. മുറിവില്ലാത്ത ഒരു മനുഷ്യനും ഇന്ന് ഈ ലോകത്തിലില്ല. എല്ലാവർക്കും ഓരോ രീതിയിലല്ല മറ്റൊരു രീതിയിൽ മുറിവുകൾ ഏൽക്കപ്പെട്ട വ്യക്തികളാണ്. നമ്മൾ ഓരോരുത്തരും മുറിവുകൾ ഉണക്കാൻ വേണ്ടി യേശുവിലേക്ക് ആ മുറിവുകളെ നമ്മുടെ ഈശോയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ മുറിവുകൾ തിരുമുറിവുകളാക്കി തീർക്കാൻ പരിശ്രമിക്കാം. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും ബന്ധനങ്ങളിൽ നിന്നും യേശു നമ്മെ ഓരോരുത്തരെയും മോചിപ്പിക്കാനായിട്ട് ഈശോയുടെ ആ തിരുമുറിവുകൾ വഴി നമുക്ക് ഈശോയ്ക്ക് സാധിക്കും. ഈശോയുടെ ഹൃദയം ശാന്തശീലം വിനീത ഹൃദയനുമാണ് നമ്മളിൽ ശാന്തതയും വിനീതത്വം നിറഞ്ഞ വ്യക്തികളായിട്ട് മാറ്റാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ തിരുഹൃദയത്തിൻ്റെ വേറൊരു പ്രത്യേകത അത് ദൈവപിതാവിൻ്റെ ഹൃദയത്തോട് വിധേയപ്പെട്ടുകൊണ്ട്
അനുസരണയുള്ള ഒരു ഹൃദയമായി ഈശോയുടെ ഹൃദയം. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ്. ഈശോ പിതാവിൻ്റെ ഹിതത്തിന് നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾക്ക് വെല്ലുവിളിയായി തീർന്നിരിക്കുകയാണ് ഈശോയുടെ ഹൃദയം ഇതിൻ്റെ വേറെ പ്രത്യേകത ക്ഷമിക്കുന്ന ഹൃദയമാണ്. ഒരു സഹോദരനോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ എത്ര പ്രാവശ്യം അവനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈശോ 7 അല്ല 70 വട്ടം തിരിഞ്ഞു വന്നുകൊണ്ട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ ക്ഷമിക്കാനാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത്. അത്യാഗ്രഹം നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയത്തെയും വഴി നമ്മളെ വിരൂപമാക്കി തീർക്കും. 2 പത്രോസ് 2:10 നമുക്ക് കാണാനായി സാധിക്കും. മേച്ചമായ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അധികാരത്തെ നിന്ദിക്കുന്നവരെയും സഹജവാസനയാൽ നയിക്കപ്പെടുന്ന വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ അവർക്ക് അജ്ഞാതമായ കാര്യങ്ങളെക്കുറിച്ച് അവർ ദൂഷണം പറയുന്നു. ആത്മാവിൽ നയിക്കപ്പെടുന്ന വ്യക്തികളുണ്ട്. രണ്ടാമത് ചില വ്യക്തികൾ മൃഗതുല്യം അതിലും അധപതിച്ച് ജീവിക്കുന്ന വ്യക്തികളെയും നമുക്ക് ഈ ലോകത്ത് കാണാനേ സാധിക്കും. 1 പത്രോസ് 2:14 കാണാൻ സാധിക്കും. വ്യഭിചാരാസക്തി നിറഞ്ഞവനും പാപത്തിൽ നിന്ന് വിരമിക്കാത്തതുമാണ് അവരുടെ കണ്ണുകൾ. അവർ അത്യാഗ്രഹത്തിൽ തടക്കം നേടിയ ഹൃദയം. മറ്റുള്ളവരുടെ ശാപത്തിൻ്റെ സന്തതികളായിട്ടാണ് അവർ നടക്കുന്നത്. ദൈവമക്കൾക്ക് വേണ്ട ദൈവത്തിൻ്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തെയും മറ്റൊന്നമ്മയെന്നും പ്രാർത്ഥിക്കാം. യാക്കോബ് 1:14-15 കാണുന്നു. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം ദുർമോഹങ്ങളാൽ കുടുക്കിലാക്കപ്പെടുമ്പോഴാണ്. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിക്കുന്നു. 1 തീമോഥെയോസ് 6:6 ദൈവഭക്തി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി ഒരു നേട്ടമാണ്. വിവേകരഹിതമായ ഒരു ഹൃദയം. വിവേകം വളരെ അത്യാവശ്യമായി ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു മനോഭാവമാണ്. 2 തെസ്സലോനിക്ക 2:3 പറയുന്നു, ആരും നിങ്ങളെ ഒരു വിധത്തിലും വഞ്ചിക്കാതിരിക്കട്ടെ. ചഞ്ചലചിത്തനും അസ്വസ്ഥനും ആകരുത്. എഫേസ്യർ 5:15 നിങ്ങൾ അവിവേകികളെ പോലെ ആകാതെ വിവേകികളെ പോലെ ജീവിക്കാനും ശ്രദ്ധിക്കുവിൻ. മത്തായി 5:25 അധ്യായത്തിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ യേശു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം വിവേകമാണ്. ഏത് സാഹചര്യത്തിലും യഥാർത്ഥത്തിൽ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള വിവേകം നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുന്നു. വിവേകം ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൂക്ക 12:11-12 വാക്യങ്ങൾ കാണാൻ സാധിക്കും. സിനഗോഗുകളിലും അധികാരികളുടെ ഭരണാധിപന്മാരുടെ മുമ്പിലും അവർ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എന്ത് ഉത്തരം കൊടുക്കണമെന്ന് നിങ്ങൾ എന്ത് മറുപടി പറയണമെന്ന് കൊണ്ട് ആകുലരാകേണ്ട. എന്താണെന്ന് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. നമ്മുടെ ഇഷ്ടമനുസരിച്ചെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവും നയിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഹൃദയത്തെ ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഈശോയെയും അങ്ങയുടെ ഹൃദയത്തിന് ചേർന്ന രീതിയിൽ കരുണയും സ്നേഹവും നിറഞ്ഞ എല്ലാവരും ഉൾക്കൊള്ളുന്ന, ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ക്ഷമിക്കുകയും തന്നെ പീഡിപ്പിച്ച വ്യക്തികൾക്ക് പോലും പ്രാർത്ഥിക്കുകയും ചെയ്ത ഈശോയുടെ മാതൃക അനുകരിച്ചുകൊണ്ട് സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയമുള്ളവരായിട്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനും ഹൃദയം കൊണ്ട് സംസാരിക്കാനും ഹൃദയപൂർവ്വം മറ്റുള്ളവരെ ഇടപെടാനും ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനം കൊടുക്കാനും ആരെയും മാറ്റി നിർത്താതെ എല്ലാവരും ഉൾക്കൊള്ളുവാനും യേശുവിൻ്റെ സ്നേഹവും ത്യാഗവും ക്ഷമയും ഉൾക്കൊണ്ട് നല്ല വ്യക്തികളായിട്ട് യേശുവിൻ്റെ ഹൃദയത്തിന് അനുരൂപരായ വ്യക്തികളായിട്ട് രൂപാന്തരപ്പെടുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും എല്ലാവരെയും ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. പാപത്തെയും പാപവാസനകളെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. അതിൽ നിന്നെല്ലാം പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയും കൃപയും ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിന് അനുരൂപരായിട്ട് നല്ല സ്നേഹവും കരുണയും ദയവുമുള്ള വ്യക്തികളായിട്ട് ഈ ഭൂമിയിൽ
ദൈവരാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ അലിവും ദയവും തോന്നുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് ഹൃദയപൂർവ്വം മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമ്മൾ മറ്റുള്ളവരോടും എല്ലാവരോടും ആ സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് ജീവിത പങ്കാളികളും മക്കളോടും എല്ലാം സ്നേഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കാതെ അത് പ്രകടിപ്പിച്ചുകൊണ്ട് ഈശോ കുരിശിൽ തൻ്റെ സഹനത്തിലൂടെ ഉത്ഥാനത്തിൽ കുരിശുമരണത്തിലൂടെ തൻ്റെ ചെമ്മട്ടിയുടെ കേൾക്കുകയും പീഡാസനത്തിലൂടെ ഈശോ നമ്മോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ സ്നേഹങ്ങളെ മറ്റുള്ളവരെ പ്രകടിപ്പിക്കാനും അവരെ ഉൾക്കൊള്ളുവാനും അവരെ മനസ്സിലാക്കുവാനും അവരുടെ തെറ്റുകൾ കുറവുകൾ കാണുമ്പോൾ അതിൽ ഒരു ദയാപൂർവം അത് ഉൾക്കൊള്ളുവാനും അവരെ എല്ലാം കൈപ്പിടിച്ച് മറ്റുള്ളവരെ വളർത്തുന്ന ഒരു ക്രിസ്തുവിൻ്റെ പടയാളികളായിട്ട് ഈ ഭൂമിയിൽ സ്നേഹത്തിൻ്റെ പ്രവാചകരായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. ഹൃദയത്തിൽ പൂർവ്വം പ്രാർത്ഥിക്കാനും വചനങ്ങൾ ഗ്രഹിക്കുവാനും വചനങ്ങൾ ജീവിതത്തിൽ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചരാകാതെ വചനം പ്രാവർത്തികമാക്കി ജീവിക്കുന്ന യേശുവിനെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം നൽകി വന്ന് പൂജിക്കാനായിട്ട് യേശുവിനെ അഗാധമായി സ്നേഹിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ഒന്നും യേശുവിനെ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും വേണ്ടി മറ്റുള്ളവരെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഈശോ നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും അനുഗ്രഹവും ഈശോ തിരുഹൃദയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരെയും സമർപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.